നമസ്കാരം. ശ്രീകൃഷ്ണ കഥാമൃതം ഭാഗം 698 698. ഓം ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വതേ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീ രംഗനാഥ ശർമ്മണേ നമഃ. നാരായണ 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 നാരായണ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമഃ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ശ്രീകൃഷ്ണ കഥാമൃതം ഭാഗം 698. കഴിഞ്ഞ എപ്പിസോഡിൽ കുചേലചരിതം ഭാഗം 5 54 ലാസ്റ്റ് അവസാനത്തെ ശ്ലോക പറഞ്ഞു നിർത്തിയത്. അതെന്തായിരുന്നു? അരയാൽ തറയുണ്ട് അതേ നിലയ്ക്ക് അവിടം ചെറ്റു പരിഭ്രമിച്ചുടൻ സരസീരഹ നേത്രനെ സ്മരിച്ച് ഒരു തെല്ലങ്ങനെ നിന്നു ഭാഗ്യവാൻ. ശ്രീകൃഷ്ണനെ അകത്ത് സ്മരിച്ചുകൊണ്ട് ഈ ഉണ്ടായതൊക്കെ അദ്ദേഹത്തിൻ്റെ വികൃതിയാണ്. അങ്ങനെ തന്നെ പറയണം, വികൃതിയാണ്. ഭക്തന്മാരെ സംരക്ഷിക്കാൻ ഏതറ്റവും ഭഗവാൻ സന്നദ്ധനാണ്. അതാണ് വികൃതി എന്ന് പറയാൻ കാരണം. ചങ്ങാതിമാർ വികൃതി ചെയ്താൽ നമുക്ക് ക്ഷോഭിക്കാൻ പറ്റില്ല. അതേപോലെയാണ് ഇദ്ദേഹത്തിൻ്റെ അവസ്ഥ. ഭഗവാൻ മാത്രം മതി എനിക്ക് എന്ന് പറഞ്ഞിട്ടിരുന്നിരുന്ന ആളാണ്. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, നിനക്ക് ഞാൻ ആദ്യം മുതൽക്ക് എൻ്റെ ഒപ്പമുണ്ട്, ഇനി നിനക്ക് എന്ത് വേണമെന്ന് എനിക്കറിയാം, അത് ഞാനവിടെ തരും, നീ വാങ്ങിക്കോ. ഇതാണ് ഭഗവാന്റെ അവസ്ഥ. അരയാൽ തറ ഉണ്ട് അതെ. ഇവിടുന്ന് പോകുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ ചെറ്റക്കുടലിൻ്റെ മുമ്പിലൊരു അരയാൽ തറയുണ്ട്, അതങ്ങനെ തന്നെ ഉണ്ട്. പക്ഷേ ബാക്കിയൊക്കെ ഇന്ദ്രൻ്റെ അരമനയെ വെല്ലുന്ന രീതിയിലാണ്. അനേകം ദാസിമാരും കാവൽ ഭടന്മാരും സൗധങ്ങളും പൊയ്കകളും മനസ്സിലായില്ലേ. അങ്ങനെയാണ് അത് അവസാനിപ്പിച്ചത്. ഇനി ഈ കുചേല ചരിത്രത്തിലെ അവസാനത്തെ 6ാമത്തെ ഭാഗം ഒരു 34 ശ്ലോകമുണ്ട്. അതെന്താ എന്ന് ചോദിച്ചാൽ, ഞാൻ മനസ്സിലാക്കിയിടത്തോളം എന്തൊക്കെയാണ് അവിടെ മാറ്റം ഉണ്ടായത്, കുചേലൻ്റെ സ്റ്റാൻഡ് എന്താണ്. കുചേലൻ്റെ സ്റ്റാൻഡ് ഞാൻ മനസ്സിലാക്കിയത്, ഇതൊക്കെ ഭഗവാൻ തന്നു, പക്ഷെ ഇതിലൊന്നും എനിക്ക് ഭ്രമമില്ല, ഞാൻ പണ്ടത്തെ കുചേലനായിട്ട് തന്നെ ഇരുന്നോളാം. സർവം കൃഷ്ണാർപ്പണമസ്തു, സർവം കൃഷ്ണാർപ്പണമസ്തു, സർവം കൃഷ്ണാർപ്പണമസ്തു. ഈ ഒരവസ്ഥ വരണമെന്നുണ്ടെങ്കിൽ ഭക്തിയുടെ അങ്ങേ തലയിലെത്തണം. പരമശയിലെ ഏതായാലും ശ്രദ്ധിക്കാം. 1ാമത്തെ ശ്ലോകം. വിശന്നുറങ്ങിയിടന വിപ്രപത്നി കിനാവിലന്നിങ്ങനെ കണ്ടുപോലും. തൻ്റെ ഭർത്താവ് പോയ ദിവസം രാത്രി വിശന്ന് ഉറങ്ങിയിടന വിപ്രപത്നി കിനാവിൽ, സ്വപ്നത്തിൽ ഇങ്ങനെ കണ്ടുപോലും. എങ്ങനെ? ചെന്തണ്ടലർപ്പൂവും എടുത്തൊരേതോ പെൺതയ്യലാൾ വന്നു വിളിച്ച പോലെ. സാക്ഷാൽ മഹാലക്ഷ്മി ഒന്ന് വിളിച്ച പോലെ. ആ മഹാലക്ഷ്മിയുടെ രൂപം എന്താ? ചെന്തണ്ടലർപ്പൂവും എടുത്ത കയ്യിൽ ഒരു താമരപ്പൂവ്, ഒരു റെഡിഷ് കളറിൽ. ചെന്താമരപ്പൂ എടുത്തരേതോ പെൺതയ്യലാൾ വന്നു വിളിച്ച പോലെ ഉണർന്നു കാലത്ത് അളവറ്റ സമ്പൽ സമൃദ്ധി കണ്ട് അത്ഭുതമാർന്ന ധന്യ. കടപ്പുമുറിയും എല്ലാം A to Z അൺഇമാജിനബിൾ, ഇമാജിൻ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ഇന്ദ്ര രാജധാനിക്ക് അനുസരിച്ച പോലെ, അല്ലെങ്കിൽ അതുക്കും മേലെ. ഉണർന്നു കാലത്ത് അളവറ്റ സമ്പൽ സമൃദ്ധി കണ്ട അത്ഭുതമാർന്ന ധന്യ. ചമഞ്ഞണിഞ്ഞിടിന ദാസിയോട് ചൊല്ലിയിടിനാൾ മെല്ലെ അലിഞ്ഞ ഈ വണ്ണം. മഹാലക്ഷ്മീനെ പോലൊരു ദാസി, എന്താ വേണ്ടത് പറയൂ. മലയാളത്തിലല്ല കേട്ടോ, അന്നൊക്കെ ദേവഭാഷയാണല്ലോ. ചമഞ്ഞണിഞ്ഞിടിന ദാസിയോട് ചൊല്ലിയിടിനാൾ മെല്ലെ അലിഞ്ഞ ഈ വണ്ണം. ചങ്ങാതി എന്നല്ല മുകുന്ദൻ എൻ്റെ സർവസ്വമാണിങ്ങനെ മിക്ക നാളും ചൊല്ലിയിടിലും സൗഹൃദമിത്രയുണ്ടെന്നോർത്തിയില്ല ഞാൻ പാവം ഇതേവരേക്കും. എന്താ പറഞ്ഞത്?
ചമഞ്ഞണിഞ്ഞിടിന ദാസിയോട് ചൊല്ലിയിടിനാൾ മെല്ലെ അലിഞ്ഞേ വണ്ണം ചങ്ങാതി എന്നല്ല. ആരെ? ഭഗവാൻ ചങ്ങാതി എന്നല്ല, മുകുന്ദൻ എൻ്റെ സർവസ്വമാണിങ്ങനെ. എൻ്റെ സർവസ്വമാണ് മുകുന്ദൻ, എൻ്റെ സർവസ്വമാണ്. അങ്ങനൊരു ധാരണ വരണം. മിക്ക നാളും ചൊല്ലിയിടിലും എൻ്റെ ഭർത്താവ് എന്നോട് പറയാറുണ്ട്, എൻ്റെ സതീർത്ഥൻ മാത്രമല്ല, എൻ്റെ സർവസ്വമാണ് അദ്ദേഹം എന്ന് പല നാളും പറയാറുണ്ടെങ്കിലും സൗഹൃദം ഇത്രയുണ്ടെന്നോർത്തിയില്ല. അതാണ് അതിൻ്റെ ഒരു ഡെപ്ത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ് സാധാരണക്കാരന്. ഭക്തിയുടെ അങ്ങേ തലയിൽ പറഞ്ഞേ. അപ്പോൾ ചൊല്ലിയിടിലും സൗഹൃദം ഇത്രയുണ്ടെന്നോർത്തിയില്ല ഞാൻ പാവം ഇതേവരേക്കും. കാണേണ്ടത് താമസീ വിഭൂതി, കാണേണ്ടത് ഇത് അല്ല, അവിടെ എന്തോ ഒരു കാണേണ്ടതേതാം വിഭൂതി. വിഭൂതി എന്ന് പറഞ്ഞാൽ ഭസ്മം എന്നർത്ഥമുണ്ട്. പക്ഷെ ഇവിടെ എങ്ങനെ എന്താ? ലക്ഷ്മി കടാക്ഷം, വിഭൂതി, ഭഗവാന്റെ കടാക്ഷം. ചങ്ങാതി എന്നല്ല മുകുന്ദൻ എൻ്റെ സർവസ്വമാണ് ഇങ്ങനെ മിക്ക നാളും ചൊല്ലിയിടലും സൗഹൃദം ഇത്രയുണ്ടെന്നോർത്തിയില്ല ഞാൻ പാവം ഇതേ വരയ്ക്കും. കാണേണ്ടത് ഏതോ താമസം ഈ വിഭൂതി, കാണേണ്ട അതേ താമസം ഈ വിഭൂതി കനിഞ്ഞയച്ചൻ. അതെ, എൻ്റെ ഭർത്താവ് എൻ്റെ അദ്ദേഹത്തിൻ്റെ സതീർത്ഥനായിരിക്കുന്ന ഭഗവാനെ കാണേണ്ട താമസം. ഈ കണ്ട വിഭൂതികളൊക്കെ ഇവിടെ എത്തിയെന്ന കാണേണ്ടതേ താമസം. അതെ, കാണേണ്ടത് അതേ താമസം. കാണുന്ന വരയ്ക്കേ പ്രശ്നം ഉണ്ടായുള്ളൂ. കണ്ടതോടുകൂടി ഈ വിഭൂതി കനിഞ്ഞയച്ചാൻ കരുണാപയോധി എന്ന് പറഞ്ഞാൽ കരുണയാകുന്ന സാഗരത്തിൻ്റെ ഉടമസ്ഥൻ എന്നർത്ഥം. അവരുടെ അടുത്ത് ഇവിടെ ഒരു ഇറ്റ് സ്നേഹം വേണം, ഒരു ഇറ്റ് കാശ് വേണമെന്നൊന്നും പറയരുത്. ഉണ്ടായിട്ടിരുന്നാൽ മതി. എന്താ ആവശ്യത്തെ അങ്ങോട്ട് അയക്കും. പട്ടാമ്പി അതിൽ ബ്ലസ്സറാണ്. അതുകൊണ്ടാണ് ഞാൻ പറയാൻ കാരണം. തീർച്ചയായിട്ടും ഞാനിത് ഒരു ചങ്ങാതിക്ക് ഒരു കമൻ്റ് എഴുതിയിട്ടുണ്ടായിരുന്നു. ഞാൻ എങ്ങനെയാണ് ഭഗവാന്റെ അനുഗ്രഹാശസ്സുകൾ അനുഭവിക്കുന്നത്. അപ്പോൾ കാണേണ്ടതേ താമസം ഈ വിഭൂതി കനിഞ്ഞയച്ചാൻ കരുണാപയോധി ചേതോഹരൻ. ചേതസ്സിനെ ഹരിക്കുന്നവൻ, മനസ്സിനെ ഹരിക്കുന്നവനാ ഭഗവാൻ. നമ്മുടെ മനസ്സിനെ കൂടെ ഹരിച്ചാൽ നമ്മൾ രക്ഷപ്പെട്ടു. പക്ഷെ നമ്മൾ ആ മനസ്സ് കുരുത്തം കെട്ടവർക്കാണ് കൊടുക്കുന്നത്. ചങ്ങാത്തിനിമാരെ എങ്ങനെ വേണമെങ്കിൽ പറയാം. അതല്ല ശരി. മനസ്സ് കൊടുക്കേണ്ടത് ഭഗവാനാണ്, ചേതോഹരനാണ്. എന്നാൽ എല്ലാവരും നന്നാവും. പറഞ്ഞ ശൈലേ, ചേതോഹരൻ തൻ പ്രിയമിത്രമൊന്നു ചെന്നിടുവാനിത്തിരി കാത്തതാവാം. എൻ്റെ ഭർത്താവായിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ സജീവൻ അവിടെ ഒന്ന് പോയി തൃക്കൺ പാർത്താൽ മതി എന്ന് വിചാരിച്ചിരിക്കുകയാണ് അദ്ദേഹം എന്നാണ് പറഞ്ഞത്. ചേതോഹരൻ തൻ പ്രിയമിത്രം ഒന്ന് ചെന്നിടുവാനിത്തിരി കാത്തതാവാം. മുകുന്ദനെ തൻ പ്രിയതോഴൻ ഇത്ര വശീകരിച്ചുള്ളൊരു വാസ്തവം ഞാൻ. എൻ്റെ ഭർത്താവിന് ഇത്ര സ്വാധീനമാണ് ഭഗവാൻ എന്നുള്ളത് ഞാൻ സ്വപ്നത്തിൽ വിചാരിച്ചിട്ടില്ല എന്നാണ് കുചേലൻ്റെ ഭക്തി പറഞ്ഞത്. മുകുന്ദനെ തൻ പ്രിയതോഴൻ ഇത്ര വശീകരിച്ചുള്ളൊരു വാസ്തവം ഞാൻ ഉൾപ്പൂവിലോർത്തില്ല. ഇവളെ എത്രയാണ് നമസ്കരിക്കേണ്ടത് വന്നു കണ്ടാൽ. ഞാൻ എൻ്റെ ഭർത്താവിനെ എത്ര നമസ്കരിക്കണം എന്ന് എനിക്കറിയില്ല എന്നാ. അതിൻ്റെ ചേതോവിഹാരം എന്താ? ഞാൻ എൻ്റെ ഭർത്താവിന് ഒരു സാധാരണ കളങ്കമില്ലാത്ത ഭക്തെന്ന് മാത്രമേ ഞാൻ വിചാരിച്ചിട്ടുള്ളൂ. അങ്ങനെയല്ല. ഭഗവാന് എൻ്റെ ഭർത്താവ് സർവസ്വമാണെന്ന് ലോകത്തിന് കാണിച്ചു കൊടുത്തു ഈ വിഭൂതികളെ കൊണ്ട്. ഉൾപ്പൂവിലോർത്തില്ല ഇവൾ എത്രയാണ് നമസ്കരിക്കേണ്ടത് വന്നു കണ്ടാൽ. എൻ്റെ ഭർത്താവിനെ ഞാൻ
എത്ര നമസ്കരിച്ചാലും മതിയാവില്ല എന്നാ. ഇന്നോളവും കൂടെ വസിച്ചും ഈ ഞാൻ ഇത്ര കാലം കൂടി, ഇത്ര കാലം വരെ ഞാൻ ഇദ്ദേഹത്തിൻ്റെ ഒപ്പം വസിച്ചിട്ട് ഇദ്ദേഹത്തിൻ്റെ ചങ്ങാതി സർവസ്വമായിരിക്കുന്ന ശ്രീകൃഷ്ണൻ മഹാവിഷ്ണു ആണെന്ന് ഞാൻ മനസ്സിലാക്കിയില്ലല്ലോ. പോരായ്മ വരുമ്പോൾ ഞാനും പറയാറുണ്ട്, എന്ത് ഭക്തിയാണത്, കുട്ടികളുടെ കരച്ചിൽ കേൾക്കണില്ല എന്നൊക്കെ ഞാനും ചോദിക്കാറുണ്ട്. എന്നെ വളരെ വിഷമസ്ഥിതിയിലാക്കിയിട്ടുണ്ട് എൻ്റെ ഭർത്താവ് എന്നാ പറഞ്ഞേ. ഇന്നോളവും കൂടെ വസിച്ചും ഈ ഞാൻ കാണാനത് അത്യത്ഭുതം ഈ രഹസ്യം. അത്യത്ഭുതം ഈ രഹസ്യം. ഏത് രഹസ്യം? സാക്ഷാൽ മുകുന്ദൻ ഇദ്ദേഹവും വ്യത്യാസവും ഇല്ല എന്ന് ഞാൻ ഉണ്ടായിരുന്നില്ല എന്നാണ്. ഇന്നോളവും കൂടെ വസിച്ചും ഈ ഞാൻ കാണാഞ്ഞത് അത്യന്തത്ഭുതം ഈ രഹസ്യം. ഉൾക്കാമ്പിൽ മിന്നുന്ന മഹാതത്വം ഏതും ഏതും ആവിഷ്കരിക്കില്ല മഹാജനങ്ങൾ. ഭഗവാൻ എൻ്റെ സ്വന്താണെന്ന് സച്ചിദാനന്ദ സ്വരൂപനായിരിക്കുന്ന ഭഗവാനെ കണ്ട് തൻ്റെ മനസ്സിൽ കുളിർക്കെ അനുഭവിക്കുന്ന ആൾക്കാർ പറയില്ല ഭഗവാൻ എനിക്ക് സ്വാധീനനാണെന്ന് പറയില്ല. കാരണം എന്താ? അതൊരു രഹസ്യ വീഴ്ചയാണ്. എൻ്റെ ഉള്ളിൽ ഭഗവാൻ എത്രത്തോളം സ്ഥായിയായിട്ട് ഞാൻ മനസ്സിലാക്കണം എന്നുള്ളത് വാക്കുകളെ കൊണ്ട് പറയാൻ പറ്റാത്ത, അതാണ് രഹസ്യം. അവരവർക്ക് തന്നെ അറിയില്ല. ലോലഹൃദയന്മാരാണ്. ഭഗവാനെ ഒഴിച്ച് വേറൊരു കാര്യത്തിലും താല്പര്യമില്ല. അതാണ് ബന്ധം, ആത്മബന്ധം. അവിടെ പ്രശ്നങ്ങളില്ല. കുചേലനെ സംബന്ധിച്ചിടത്തോളം പ്രശ്നങ്ങളില്ല. ഉൾക്കാമ്പിൽ മിന്നുന്ന മഹത്വം ഏതും ആവിഷ്കരിക്കില്ല മഹാജനങ്ങൾ. കാർവർണ്ണനെ കണ്ട് അലിവാർന്ന് പോരും ആനന്ദവാഷ്പാകുലനാം മഹാനെ. ഇപ്പം എൻ്റെ ഭർത്താവിനെ ഞാൻ കണ്ടിട്ടില്ല, പക്ഷെ എനിക്ക് ഊഹിക്കാം. ആനന്ദ കണ്ണീര് തൂക്കി വിവശനായിട്ടാണ് വരുന്നുണ്ടാവുക. അദ്ദേഹം അവിടെ പോയിട്ടൊന്നും പറഞ്ഞിട്ടുണ്ടാവില്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അതല്ല അദ്ദേഹത്തിൻ്റെ സ്വഭാവം. പറയില്ല അദ്ദേഹം. പറയാതെ കണ്ട് ഭഗവാൻ സ്വയം ഇത്രയൊക്കെ മനസ്സിലാക്കിയിട്ട് ഈ ഒരു സഡൻ ചേഞ്ച് ഇല്ലേ, ഒരു ഗോൾ പോസ്റ്റിൽ നിന്ന് വേറൊരു ഗോൾ പോസ്റ്റിലേക്ക് ഒരു ഒറ്റപ്പന്ത് അടിക്കാൻ പറഞ്ഞത്തെ സ്ഥിതി എന്താ ഒന്ന് മനസ്സിൽ കാണൂ. ഫുട്ബോളിൽ ഒരു ബാക്ക് അല്ലെങ്കിൽ ഒരു ഗോളി ഒരു പന്തടിച്ച് ഇത്രയും വലിയൊരു മൈതാനത്തിൻ്റെ വേറൊരു പോസ്റ്റിൻ്റെ ഉള്ളിലേക്ക് ആക്കണമെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ പ്രശ്നമുണ്ടോ? അതാണ് എക്സ്ട്രീം. സച്ചിദാനന്ദ സ്വരൂപനായിരിക്കുന്ന ഭഗവാൻ നമ്മൾക്ക് അനവധി പ്രാരബ്ധങ്ങൾ തന്ന് നമ്മുടെ മനസ്സിനെ വശം കെടുത്തും. ഏതിനെ ഞാൻ സ്വീകരിക്കണം അറിയാത്തൊരവസ്ഥ വരുത്തും. അപ്പോഴും ലൗകികമായ ചിന്തകളെ ഒഴിവാക്കി അലൗകികമായിരിക്കുന്ന പരംപുരുഷൻ്റെ ദിവ്യരൂപത്തെ മനസ്സിൽ വെച്ച് ധ്യാനിച്ച് സന്തുഷ്ടനായിട്ട് ഇരുന്നാൽ ആ ഭഗവാന് പിന്നെ ഇന്നതേ നമ്മൾക്ക് തരാവുന്നില്ല. അപ്പോൾ പറഞ്ഞു, കാർവർണ്ണനെ കണ്ടലിവാർന്നു പോരും ആനന്ദവാഷ്പാകുലനാം മഹാനെ. കണ്ടാൾ മഹാഭാഗ പഠിക്കൽ വന്ന് ഗേറ്റിൻ്റെ അവിടെ വന്നിട്ട് ഇങ്ങനെ ശങ്കിച്ച് നിൽക്കുകയാണ്. ഞാൻ കണ്ടു, അതാ നിൽക്കണു അവിടെ. കണ്ടാൽ മഹാഭാഗ പഠിക്കൽ വന്നു കാണാൻ കൊതിച്ചങ്ങിനെ കാത്തു നിൽപ്പോൾ എന്താ പറഞ്ഞത്? ഇടയ്ക്കാശംഖം തകിൽ കൊമ്പ് നാഗസ്വരത്തോടും ചെന്നു സമസ്ത പേരും. കുചേല ബ്രാഹ്മണനെ കാണുന്നതോടുകൂടി അവിടെ സ്വീകരണം, താലിപ്പൊലി ഗംഭീരാണ്. ഇതൊക്കെ ഭഗവാന്റെ വിഭൂതികളിൽ പെടും. ഇടയ്ക്ക ശംഖ് തകിൽ കൊമ്പ് നാഗസ്വരത്തോടും ചെന്ന് സമസ്ത പേരും അത്യാദരം പൂണ്ടതിരേറ്റു കൃഷ്ണപാദാംബുജോപാസകനെ. പ്രകാമം അരമനയുടെ ഉള്ളിലേക്ക് എതിരേറ്റു എന്താ? അത്യാദരം പൂണ്ട് എതിരേറ്റ് കൃഷ്ണപാദാംബുജോപാസകനെ. അത് വല്ലാത്തൊരർത്ഥ.
കൃഷ്ണ പാദാംബുജ ഉപാസകനെ, കൃഷ്ണൻ്റെ പാദങ്ങളെ, തിരുപാദപത്മങ്ങളെ ഉപാസിക്കുന്നവൻ. അവിടെ ഒന്നും ചോദിക്കണില്ല, ചോദിക്കരുത്. ചോദിച്ചാൽ അതിൻ്റെ രസം പോയി. പാദാംബുജോപാസകന് അപ്രകാരം ഉപാസകൻ അപ്രകാമം കാമമില്ലാത്തവൻ, വിശേഷപ്പെട്ട ഒന്നും ആഗ്രഹിക്കാത്തവൻ, ഭക്താവതംസത്തിനും മഹത്വം അറിഞ്ഞുതാൻ. ഭക്താവതംസം, ഭക്തന്മാരിൽ ഹംസം, ഭക്തോത്തമന്മാരിൽ ഹംസം. ഹംസം എന്ന് പറഞ്ഞാൽ പാലും വെള്ളം മാറ്റി, പാലും വെള്ളവും കൂടി ഒഴിച്ചാൽ പാല് മാത്രം കുടിച്ച് വെള്ളത്തെ അവർക്ക് താടയിലൊരു സഞ്ചി ഉണ്ട്, ആ സഞ്ചി കൂടെ പുറത്തേക്ക് ഇടും. അതാണ്. അപ്പോൾ ഭക്താവതംസത്തിനും മഹത്വം അറിഞ്ഞുതാൻ. എൻ്റെ ഭർത്താവിൻ്റെ മഹത്വം അറിഞ്ഞിട്ടാണ് ഭഗവാൻ ഈ സജ്ജീകരണങ്ങൾ ചെയ്തിട്ടുള്ളതെന്നാണ്. താൻ പത്നി കരങ്ങൾ കൂപ്പി, തൻ്റെ ഭാര്യ കരങ്ങൾ കൂപ്പി സ്വഭർത്തൃപാദങ്ങളിലുള്ളുകൊണ്ട് നമസ്കരിച്ചാൾ നളിനായ ദാക്ഷി. ഇത് ഗൃഹസ്ഥ ജീവിതം നയിക്കുന്ന സ്ത്രീകൾ ചെയ്യേണ്ട കാര്യമാണ്. സ്വന്തം പുരുഷനെ, സ്വന്തം ഭർത്താവിനെ, ചിലപ്പോൾ ആയുഷ്മാനാവാം, ചിലപ്പോൾ രോഗിയാവാം, ചിലപ്പോൾ നിർധനനാവാം, പക്ഷേ അതൊന്നും കണക്കിലെടുക്കരുത്. പതി പരമേശ്വർ ഹേ എന്നുള്ള ആപ്തവാക്യമുണ്ട്. ഭർത്താവ് കൺകണ്ട ദൈവമാണ് എന്നുള്ളത് എല്ലാ കാര്യത്തിലും. സ്വന്തം അച്ഛനും അമ്മയും കൂടി താരാട്ടി പാലാട്ടി മരിക്ക വെച്ച് അവർക്ക് കൊടുക്കുന്ന സ്നേഹാദരങ്ങൾ കൂടി ഭാര്യയ്ക്ക് കൊടുക്കണം. ഞാൻ എന്താ പറഞ്ഞതെന്ന് വളരെ ശ്രദ്ധിക്കണം. തൻ്റെ സ്വന്തം അച്ഛനും അമ്മയെയും പകുതി നുണ പറഞ്ഞു, പകുതി മനസ്സിൽ വിഷമിച്ചു വിവാഹശേഷം. അങ്ങനെയാണ് പുരുഷന്മാർ, അങ്ങനെ പറ്റൂ. അവരെ നോക്കി മരിപ്പിക്കുക, എന്നിട്ട് അവർക്ക് കൊടുക്കാൻ ബാക്കി വെച്ച സ്നേഹാദരങ്ങൾ കൂടി പിന്നെ ഏകപക്ഷീയമായിട്ട് ആർക്കാ കൊടുക്കുക? ഭാര്യയ്ക്ക് കൊടുക്കുക. അതാണ് അവിടെ പറഞ്ഞത്. സ്വഭർത്തൃപാദങ്ങളിൽ ഉള്ളുകൊണ്ടു നമസ്കരിച്ചാൾ നളിനായ ദാക്ഷി. ഇത് മനസ്സിലാക്കണമെങ്കിൽ കുറച്ച് ഗുരുത്വം വേണം. ഗുരുത്വമില്ലാണ്ട് മനസ്സിലാക്കാൻ പറ്റില്ല. തൻ്റെ ഭർത്താവിനെ ഉള്ളുകൊണ്ട് നമസ്കരിച്ചാൾ നളിനായ ദാക്ഷി. പതക്കവും മറ്റും അണിഞ്ഞ ദാസീജനങ്ങൾ തൻ കൂടെ അണിഞ്ഞ സ്വാധി, കേമത്തി എന്നർത്ഥം, സാധു സ്ത്രീ, സത്വഗുണം വർദ്ധിച്ചവളെന്നർത്ഥം, സത്വഗുണം വർദ്ധിച്ചവൾ. പതക്കവും മറ്റും അണിഞ്ഞ് ദാസീജനങ്ങൾ തൻ കൂടെ അണഞ്ഞ സ്വാധി തൻ കാന്തനൊപ്പം മണിഗേഹമാർന്ന് അന്തഃപുരത്തിലേക്ക് എത്തി. കാട്ടേടിനാൾ അത്ഭുതവായ്പതെല്ലാം. എന്തൊക്കെ അത്ഭുതങ്ങളാണ് ഒരു രാത്രി കൊണ്ട് സംഭവിച്ചത്. മിന്നും മണിത്തൂണുകൾ. അപ്പോൾ അവരുടെ വീട് എങ്ങനെയായി? മിന്നും മണിത്തൂണുകൾ, മുത്തുമാല തൂങ്ങും മേലാപ്പുകൾ, ചാമരങ്ങൾ, പൂമ്പട്ടു വസ്ത്രങ്ങൾ, പലതരം പൊൻപണ്ടങ്ങൾ, പാത്രങ്ങളും മാർന്ന് ഈ വണ്ണം സമൃദ്ധമാം ദ്വാരക പോലെഴും താൻ. ഞാൻ ഇന്ദ്രൻ്റെ അരമന എന്നാണ് പറഞ്ഞത്. ഞാൻ സോറി കേട്ടോ. ദ്വാരകയെ വെല്ലുന്ന പോലെ എന്നാണ്. തൻ്റെ സതീർത്ഥന് താൻ ഇരിക്കുന്നതിനേക്കാൾ മോടി കൂടിയിട്ടുള്ള സൗകര്യങ്ങൾ കൊടുത്തു എന്നാണ്. തൻ്റെ വാമഭാഗം അലങ്കരിക്കുന്ന ലക്ഷ്മി ദേവിയുടെ സൗധത്തിനേക്കാൾ ഒരു പടി മേലേന്നാണ്. ഇപ്പം മനസ്സിലായോ? മനസ്സിലായിരുന്നെങ്കിൽ നന്നായി. സമൃദ്ധമാം ദ്വാരക പോലെഴും തൻ മഹാഗൃഹം കണ്ടു മനോജ്ഞരൂപൻ മുകന്ദനുൾ പൂവിൽ വിളങ്ങിടുന്നോൻ ഓർത്താൻ കരം കൂപ്പി അലിഞ്ഞ വണ്ണം. തൻ്റെ തൃക്കരങ്ങൾ, തൻ്റെ കരങ്ങൾ തൻ്റെ മാറിൽ കൂപ്പി കണ്ണടച്ചു. തൻ്റെ ഹൃദയപത്മത്തിൽ വിളങ്ങുന്ന ആ മുകുന്ദനെ പറ്റി ഇങ്ങനെ പറഞ്ഞു ഈ വണ്ണം. ദരിദ്ര ചൂടാമണിയാം എനിക്ക്. ഞാൻ ആരാ? ദരിദ്ര ചൂടാമണി എന്നാ. ദാരിദ്ര്യം കൊടുമ്പിരി കൊണ്ടിട്ടുള്ളവരിൽ മന്നനാണ് ഞാൻ. മന്നൻ എന്ന് പറഞ്ഞാൽ രാജാവ് എന്നർത്ഥം. ദരിദ്രന്മാരിൽ രാജാവാണ് ഞാൻ.
ദരിദ്ര ചൂടാമണിയാം എനിക്കിന്ന് അനന്തമൈശ്വര്യം ഇതോർത്തു കാണെങ്കിൽ. അനന്തമൈശ്വര്യം, അനന്തനെ പോലെ അറ്റം കാണാത്ത ഐശ്വര്യങ്ങൾ. അനന്തമൈശ്വര്യം ഇത് ഓർത്തു കാണെങ്കിൽ മഹാനുഭാവൻ്റെ കൃപാകടാക്ഷം അല്ലാതെ മറ്റെന്തിതിലൊന്നു ചൊല്ലുവാൻ. സാക്ഷാൽ ശ്രീഹരിയുടെ മഹാനുഭാവൻ്റെ കൃപാകടാക്ഷം, ഭഗവാന്റെ കൃപാകടാക്ഷം, ലക്ഷ്മിയുടെ കൃപാകടാക്ഷമല്ല, ഭഗവാന്റെ കൃപാകടാക്ഷം അല്ലാതെ മറ്റെന്ത് ഇതിലൊന്നു ചൊല്ലുവാൻ. ഒന്നും പറയാനില്ല എന്നാണ് പറഞ്ഞത്. യാചിക്കുവാനുള്ളിൽ മടിപ്പു ഞാനെന്നറിഞ്ഞ്. ഭഗവാൻ അറിയാം ഞാനൊന്നും യാചിക്കില്ല എന്ന് ഭഗവാൻ അറിയാം. ഞാൻ യാചകനല്ല. നമ്മളെന്താ വിചാരിച്ചത്? ഭഗവാനോട് യാചിച്ചാൽ കിട്ടുന്ന? ഇല്ല, കിട്ടില്ല. ഭഗവാനോട് യാചിച്ചു പോകരുത്. അറിവുള്ളവർ യാചിക്കില്ല. ഭഗവാൻ അറിയാത്ത എന്താ കാര്യമുള്ളത്? ഓരോരുത്തരും അവരവരുടെ കർമ്മഫലങ്ങളെയാണ് സുഖദുഃഖങ്ങളായിട്ട് അനുഭവിക്കുന്നത്. അപ്പോൾ ഈ ഒരു വിദ്യ നമ്മൾക്ക് ആദ്യം അറിഞ്ഞിട്ടുണ്ടെങ്കിൽ സദ്വിചാരങ്ങളോടുകൂടി ജീവിതം സമ്പന്നമാക്കാനുള്ള കർമ്മങ്ങൾ ചെയ്യാതെ കണ്ടിരിക്കില്ല. നുണ പറയാതെ കണ്ടിരിക്കുക, കുനിട്ട്, ദുഷിപ്പ്, അസൂയ, കാമക്രോധ മത മത്സര ലോഭ ഭയാദികളിൽ നിന്ന് മാറി നിന്ന് പ്രസന്നവദനായിരിക്കുന്ന ഈശ്വരനെ ആരാധിക്കാൻ പഠിച്ചാൽ മതി. പ്രസന്ന ഹൃദയത്തിൽ വസിക്കുന്ന ഭഗവാനെ, പ്രസന്നവദനനെ പ്രസന്നവദനായിട്ട് ഇരുന്ന് പ്രസാദിപ്പിക്കുക. അത്രയേ ഉള്ളൂ. യാചിക്കുവാനുള്ളിൽ മടിപ്പു ഞാനെന്നറിഞ്ഞ് വിശ്വംഭരനാം മുകുന്ദൻ. വിശ്വത്തിനെ ഭരിക്കുന്നവനാണ് വിശ്വംഭരൻ എന്ന് പറയുന്നത്. വിശ്വംഭരനാം മുകുന്ദൻ ഒരാളെയും താനിതു കാട്ടിടാതിങ്ങയച്ചതാണ് അത്ഭുതലീലയാർന്നോൻ. എന്തൊക്കെയാണ് അപ്പോൾ അതിൽ പറഞ്ഞത്? എനിക്കെന്നെ അറിയില്ല. ഐ ആം നോട്ട് ഹിയർ നോ. ഞാൻ ഗുരുവമ്പലത്തല്ലപ്പോൾ. ഞാനിപ്പോൾ അത്ഭുത ബ്രാഹ്മണൻ എന്നാണ് ഞാൻ പേരിട്ടുന്നത്. ആരേലെ? കുചേലൻ ആരാ? അത്ഭുത ബ്രാഹ്മണൻ. ആ അത്ഭുത ബ്രാഹ്മണൻ്റെ പാദത്തിൽ ഒരു മൺതരി. ഭക്തിയുടെ കാര്യം പറയുമ്പോൾ അദ്ദേഹം അത്ഭുത ബ്രാഹ്മണനാണ്. അപ്പോൾ ഞാൻ പേര് ഭാഗവത ഭക്തദാസ് എന്നൊക്കെ വെച്ചിട്ടുണ്ടെങ്കിലും കുചേലനെ സംബന്ധിച്ചിടത്തോളം ഞാൻ അദ്ദേഹത്തിൻ്റെ പാദത്തിൽ ഒരു തരി മണ്ണാണ്. അതുകൊണ്ടാണ് പറഞ്ഞത്, യാചിക്കുവാനുള്ളിൽ മടിപ്പു ഞാനെന്നറിഞ്ഞു വിശ്വംഭരനാൻ മുകുന്ദൻ ഒരാളെയും താനിതു കാട്ടിടാതിങ്. ഈ സമ്പൽ സമൃദ്ധി ഒരാൾക്കും അറിയില്ല. ഈ ഭൂലോകത്ത് ഒരാൾക്കും അറിയില്ല ഇതിൻ്റെ വ്യാപ്തി എന്താണെന്നുള്ളത്. ഒരാളുടെ സഹായം ഇല്ലാണ്ട് തൻ്റെ തൃക്കൺ പാർത്തിട്ട് ഇവന് ഇന്നതൊക്കെ സംഭവിക്കട്ടെ എന്ന് ഭഗവാൻ സങ്കല്പിച്ചു. അതൊക്കെ ഇവിടെ ഉണ്ടായി ഒരു രാത്രിക്ക്. എങ്ങനെയാണ് ദേവന്മാരുടെ ശില്പി കൊണ്ട് ധാരക നിർമ്മിച്ച് ഉറങ്ങിക്കിടക്കുന്ന ആൾക്കാരേനൊക്കെ, മധുരയിൽ ഉറങ്ങിക്കിടക്കുന്ന യാദവന്മാരെ, വൃഷ്ണികളെയൊക്കെ ഒരു രാത്രി കൊണ്ട് എങ്ങനെ ദ്വാരകയിലേക്ക് അയച്ചത്? അതേപോലെ സ്വർലോകവും കാൺകിൽ അനന്തകോടി ബ്രഹ്മാണ്ടനാഥൻ്റെ നിലയ്ക്ക് തുച്ഛം. സ്വർലോകവും ഈ പുരാണങ്ങളിലൊക്കെ സ്വർലോകത്തിനെ പറ്റിയിട്ട് അയ്യോ ഞാൻ അത്ര തെറ്റ് പറഞ്ഞിട്ടുണ്ടോ? പിന്നെ സ്വർലോകമാണല്ലോ ഈ ഇന്ദ്രൻ്റെ സ്ഥലം. അതല്ല, എനിക്ക് തെറ്റുപറ്റി. ദ്വാരകയെ വെല്ലുന്ന അനുഗ്രഹാശിസ കൊടുത്തിട്ടുള്ളത്. ഞാൻ ക്ഷമ യോജിക്കണം. അപ്പോൾ സ്വർലോകവും കാൺകിൽ അനന്തകോടി ബ്രഹ്മാണ്ടനാഥൻ്റെ നിലയ്ക്കു തുച്ഛം എന്നോർത്തവൾ കേട്ടതു ഞാൻ കാൺകേ മടിച്ചു അവൾ കേട്ടതു ഞാൻ കണക്കെ മടിച്ചുകൊണ്ടിങ്ങനെ ചെയ്തു നാഥൻ. ഞാൻ കൊടുക്കാൻ മടിച്ചുകൊണ്ടിരിക്കുന്ന അവിൽ പൊതി എണ്ണിൽ നിന്നെടുത്ത് ഒരു പിടി വായയിലിട്ടു. ഞാൻ അത്രേ കണ്ടുള്ളൂ. പിന്നെ രുക്മിണി വന്ന് അത് വാങ്ങി ഞങ്ങൾക്ക് ഈ പ്രസാദം വേണമെന്ന് പറഞ്ഞ് അനുഭവിക്കണം കണ്ടു. വേറൊന്നും എനിക്കറിയില്ല. ഞാനൊന്നും ചോദിച്ചിട്ടുമില്ല, ഒന്നും പറഞ്ഞിട്ടുമില്ല. അതാണ് എന്നോർത്ത് അവൽക്കെട്ട് അത് ഞാൻ കാണുകയെന്നാവും
അവിടെ എന്തോ കണക്കേന്നൊട്ടെയാണ്, കാൺകേന്ന് മതി, കാൺകേ, ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്ന രീതിയിൽ സ്വർലോകവും കാൺകിൽ അനന്തകോടി ബ്രഹ്മാണ്ടനാഥൻ്റെ നിലയ്ക്കു തുച്ഛം എന്നോർത്ത് അവൽ കെട്ടതും ഞാൻ കാൺകേ മടിച്ചുകൊണ്ടിങ്ങനെ ചെയ്തു നാഥൻ. അല്ലെങ്കിൽ ഞാൻ കണക്കെ എന്നെപ്പോലെ തന്നെ അവിൽപ്പൊതി. അത് ശരിയാ. എന്നെപ്പോലെ തന്നെ എൻ്റെ അവിൽപ്പൊതി എന്ന്. ഞാനോ ദരിദ്രൻ, എൻ്റെ വസ്ത്രം മലിനം, അതിൽ കല്ലുണ്ട് നെല്ലുണ്ടൊക്കെ ഉണ്ട്. അപ്പോൾ എന്നോർത്ത് അവൽ കെട്ട് അത് ഞാൻ കണക്കെ മടിച്ചുകൊണ്ടിങ്ങനെ ചെയ്തു നാഥൻ. ഞാനേകും ആശ്ചര്യ വിഭൂതി ഏതും പോരെന്നു താനോർപ്പൂ മഹാനുഭാവൻ. ഭഗവാൻ എനിക്ക് തന്നത് തുച്ഛമായി പോയി എന്ന് ഭഗവാൻ വിചാരിക്കണമെന്നാണ് പറഞ്ഞത്. ഞാൻ ഏകും ആശ്ചര്യ വിഭൂതി ഏതും, ഞാൻ ഏകും ആശ്ചര്യ വിഭൂതി ഏതും പോരെന്നു താനോർപ്പൂ മഹാനുഭാവൻ. പാപം സമർപ്പിച്ചൊരവൽ പൊതിക്കു വെച്ചുള്ളതോ മൂല്യമവർണ്ണനീയം. ഞാൻ മടിച്ചുകൊണ്ട് അവഹേളന കഥാപാത്രമായി തീരുമോ എന്ന് ശങ്കിച്ചുകൊണ്ട് ഇവിടുന്ന് കൊണ്ടുപോയിട്ടുള്ള ആ അവില് ഒരു തുണിക്കഷ്ണത്തിൽ കെട്ടിയത്, അത് അദ്ദേഹം സസ്നേഹം ആദരവോടുകൂടി എന്നെ മുറിപ്പെടുത്താത്ത രീതിയിൽ എന്നിൽ നിന്ന് വലിച്ചെടുത്ത് തുറന്ന് ഒരു പിടി ഭുജിച്ചു. അതിന് ഈ വിഭൂതികൾ പോരാ എന്ന് വിചാരിക്കണ ആളാണ് അദ്ദേഹം എന്നാണ് പറഞ്ഞത്. അപ്പം ആരെപ്പറ്റി മനസ്സിലാക്കാൻ പറ്റുള്ളൂ? ഒരേ രീതിയിൽ വിചാരിക്കണത്. കൃഷ്ണൻ്റെ ഹൃദയവും കുചേലൻ്റെ ഹൃദയവും ഹൃദയ വിചാരവും ഒന്നായിരിക്കണം. അപ്പോഴാണ് അറിയുള്ളൂ. നമ്മൾ പറയാൻ ഉദ്ദേശിച്ചത് നമ്മുടെ ഒരു സ്നേഹിതൻ പറയാം, അപ്പോൾ നമുക്ക് എത്ര സന്തോഷം ഉണ്ടാവും. അതേപോലെ പാപം സമർപ്പിച്ചൊരവൽ പൊതിക്കു വെച്ചുള്ളതോ മൂല്യം അവർണ്ണനീയം, വർണ്ണിക്കാൻ പറ്റില്ല. രണ്ടെന്ന ഭാവം കരുതാതിരുട്ടിലിങ്ങോട്ടയച്ചുള്ള സഖാവോടാം ഞാൻ. രണ്ടെന്ന ഭാവം കരുതാതെ ഇരുട്ടിലിങ്ങോട്ടയച്ചുള്ള സഖാവോടാം ഞാൻ. ചോദിക്കുവാൻ അത്ര മടിച്ചു തുച്ഛം, ഇതാണു ജീവന്റെ വൃഥാഭിമാനം. എന്താ പറഞ്ഞത്? ഒന്നും ചോദിക്കാതെ കണ്ട് പറയാണ്ട് ഞാൻ യാത്ര പറഞ്ഞപ്പോൾ ശരി പോയിട്ട് വരൂ അത്ര മാത്രമേ പറഞ്ഞുള്ളൂ. അമൃതത്ത് തന്നു, കാലത്ത് ഭക്ഷണം തന്നു, ഉപ്പുമാവ് എന്തോ തന്നു അല്ലേ? രണ്ടെന്ന ഭാവം കരുതാതെ ഇരുട്ടിൽ ഇങ്ങോട്ടയച്ചുള്ള സഖാവോടാം ഞാൻ. ചോദിക്കുവാൻ അത്ര മടിച്ചു തുച്ഛൻ, ഇതാണ് തുച്ഛൻ, ഞാൻ തുച്ഛനാണ്, ഇതാണ് ജീവൻ്റെ വൃഥാ അഭിമാനം. നമ്മൾ വൃഥാ അഭിമാനിക്കരുത്. കുചേലനെ പോലെ അല്ലേ ഭഗവാന്റെ സുഹൃത്തായി തീരാൻ വിധിക്കപ്പെട്ടവരാണ് നമ്മൾ എന്തുകൊണ്ട് ആ രീതിയിലേക്ക് എത്തുന്നില്ല? മാനാവമാനങ്ങൾ ഇയാൾ അയാൾ ഞാൻ. ഓ മൈ ഗോഡ്. മാനാവമാനങ്ങൾ ഇയാൾ അയാൾ ഞാൻ മറ്റേവൻ ഈ മാതിരി ബുദ്ധിയാൽ അതൊക്കെ എമ്മട്ടിലും കണ്ടിൽ അഖണ്ഡ സച്ചിദാനന്ദ രൂപത്തിൽ വെറും ഭ്രമങ്ങൾ. എൻ്റേതെന്നും പറഞ്ഞ് കശപിശ കൂട്ടുന്നുണ്ടല്ലോ സ്വന്തം സഹോദരന്മാർ അച്ഛൻ്റെയും അമ്മയുടെയും സ്വത്തിനു വേണ്ടി. ചിലവർ കാണിച്ചു കൊടുക്കില്ല. അങ്ങനെയുണ്ട്. അമ്മ മരിച്ചു, അച്ഛൻ മരിച്ചു, പെട്ടിയിൽ പാസ്ബുക്ക് എവിടെ ഞാൻ കണ്ടില്ല എന്നും പറയില്ല. അങ്ങനെയൊക്കെ എത്രയോ ഉണ്ട്. പക്ഷേ അഖണ്ഡ സച്ചിദാനന്ദ രൂപൻ ആരുടെ ഹൃദയത്തിൽ വിളങ്ങണം?
അവൻ എന്തൊട്ട് എന്താ പറയുക, സ്വത്ത് ആവശ്യം. അച്ഛൻ്റെ അമ്മയുടെ ഒന്നും സ്വത്ത് ആവശ്യമില്ല. അച്ഛൻ്റെ അമ്മയുടെ ഒന്നല്ല, ഒരാളുടെ സ്വത്തും ആവശ്യം. അഖണ്ഡ സച്ചിദാനന്ദ സ്വരൂപൻ ഉള്ളിൽ വിളയാടുമ്പോൾ എന്തിനാ കുറേ സ്വത്ത്? മനസ്സിലായില്ലേ? മാനാപമാനങ്ങൾ, ഇയാൾ അയാൾ ഞാൻ മറ്റേവൻ, ഈ മാതിരി ബുദ്ധിയാലാം അതൊക്കെ എമ്മട്ടിൽ അഖണ്ഡ സച്ചിദാനന്ദ രൂപത്തിൽ വെറും ബ്രഹ്മങ്ങൾ. നാണിപ്പൂ വിശ്വാത്മകനോട് അമന്തം, പെട്ടെന്ന് എന്നർത്ഥം. നാണിപ്പൂ വിശ്വാത്മകനോട് അമന്തം പ്രാർത്ഥിക്കുവാൻ ദുർഭകനായ ജീവൻ. വിശ്വാത്മകനോട് പെട്ടെന്ന് എനിക്ക് അത് വേണം ഇത് വേണം, വെളുത്ത പെൺകുട്ടി വേണം, കറുത്ത പുരുഷനാണെങ്കിലും കോടീശ്വരനായാൽ മതി എന്നൊക്കെ നമ്മൾ പറയും അല്ലേ? അവിടെയാണ് അബദ്ധം വരുന്നത്. അപ്പോൾ മാനാപമാനങ്ങൾ, ഇയാൾ അയാൾ ഞാൻ മറ്റേവൻ, ഈ മാതിരി ബുദ്ധിയാലാം അതൊക്കെ എമ്മട്ടിൽ അഖണ്ഡ സച്ചിദാനന്ദ രൂപത്തിൽ വെറും ബ്രഹ്മങ്ങൾ. നാണിപ്പൂ വിശ്വാത്മകനോട് പെട്ടെന്ന് പ്രാർത്ഥിക്കുവാൻ ദുർഭകനായ ജീവൻ. ആരാണ് അമ്പലനടയിൽ വന്ന് എനിക്ക് അത് വേണം ഇത് വേണം എന്ന് പറയണത് എന്ന് ഭാഗവതം പറയുന്നു? ദുർഭകനായ ജീവൻ. ഭാഗ്യം ചെയ്യാത്തവരെ പ്രാർത്ഥിക്കുള്ളൂ എന്നാണ്. ഇതൊക്കെ കമത്തി വെച്ചിട്ട് നീ വെറുതെ നാമം ചൊല്ല നോക്കിയുള്ളൂ. കാരണം അതാണ് സത്യം. കമത്തി വയ്ക്കുക, തുറന്ന പുസ്തകം കൂട്ടി വെച്ചിട്ട് നമസ്കരിക്കുക, നാരായണ 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 എന്ന് ജപിച്ചുകൊണ്ടിരിക്കുക. പ്രാർത്ഥിക്കുവാൻ ദുർഭകനായ ജീവൻ അല്പൻ്റെ മുമ്പിൽ കരതാർ മലർത്താൻ മടിച്ചിടുന്നില്ല ദയാപയോധി. ദുർഭകന്മാരെ പ്രാർത്ഥിച്ചാൽ ഭഗവാൻ കൈ എങ്ങനെയാക്കുന്നു? മലർത്തും. എൻ്റെ കയ്യിലൊന്നുമില്ലാന്ന്. ഇപ്പം മനസ്സിലായോ? അർത്ഥം മനസ്സിലായോ? പ്രാർത്ഥിക്കുവാൻ ദുർഭകനായ ജീവൻ അല്പൻ്റെ മുമ്പിൽ കരതാർ മലർത്താൻ മടിച്ചിടുന്നില്ല ദയാപയോധി. ദയാസമുദ്രത്തിൻ്റെ നാഥനായിരിക്കുന്ന ഭഗവാൻ തൻ്റെ മുമ്പിൽ എന്താണ് പറയുക, ദുർഭകനായ ജീവൻ അത് വേണം ഇത് വേണം എന്ന് പറഞ്ഞാൽ ഭഗവാനും കയ്യിൽ മലർത്തും. എൻ്റെ കയ്യിലൊന്നുമില്ല. നീ എന്ത് എനിക്ക് നേടി തന്നിട്ടുണ്ട്? നീ എനിക്ക് എത്ര ഭക്തി തന്നിട്ടുണ്ട്? ആ ഭക്തി എത്ര സംശുദ്ധാണ്? സംശുദ്ധമായ ഭക്തി ഇല്ലാത്തവർ ഇങ്ങോട്ട് വരണ്ട. അതാണ് ഭഗവാൻ പറഞ്ഞത്. ആലോചിച്ചു നോക്കണം. എന്നിട്ടോ ആ മട്ടിൽ അന്യാദൃശ ദിവ്യരൂപൻ, ആ മട്ടിൽ അന്യാദൃശ ദിവ്യരൂപൻ ശൗശീലൻ മാധുര്യൻ നിധാനമായോൻ. ഭഗവാൻ ഇതിനൊക്കെ നിധാനാണ്. ഭഗവാന്റെ കയ്യിലാണ് ഇതൊക്കെ. ഏത്? ആ മട്ടിൽ അന്യാദൃശ ദിവ്യരൂപൻ. ഈ കൃഷ്ണനെ പോലെ ദിവ്യസ്വരൂപം എടുക്കാൻ പറ്റിയ ആൾക്കാരില്ല. ശൗശീലൻ, സുശീലത്വം അങ്ങേയറ്റം. മാധുര്യൻ, നിധാനമായോൻ. കാരുണ്യപാധോ നിധിയെന്നും എൻ്റെ കാർവർണ്ണൻ ഉൾക്കാമ്പിൽ വിളങ്ങിടേണം. എനിക്ക് എന്തേ ആഗ്രഹമുള്ളൂ? എനിക്ക് ഇതൊന്നും വേണ്ട. ഇതൊക്കെ ഭഗവാന്റെ കയ്യിലുണ്ട്. ആ മട്ടിൽ അന്യാദൃശ ദിവ്യരൂപൻ ശൗശീലൻ മാധുര്യൻ നിദാനമായോൻ കാരുണ്യപാധോ നിധി. കാരുണ്യപായോ നിധി. ഈ ഭൂമണ്ഡലത്തിലുള്ള എല്ലാ നിധിയുടെയും അധിപൻ ഭഗവാനാണ്. കാരുണ്യപാധോ നിധി എന്നും എൻ്റെ കാർവർണ്ണൻ ഉൾക്കാമ്പിൽ വിളങ്ങിടേണം. വേറെ ഒന്നും വേണ്ടെന്നാണ് പറഞ്ഞത്. എൻ്റെ ഉള്ളിൽ ഭഗവാൻ വിളങ്ങിയ പിന്നെ ഈ കാണുന്നതൊക്കെ എൻ്റെ അല്ലേന്നാ ഭക്തൻ്റെ അവസ്ഥ. എനിക്ക് എന്തിനാത്? ഭഗവാനേക്കാൾ അമൂല്യമായിട്ടുള്ള വസ്തു പുറമെ ഉണ്ടെങ്കിലും ഭഗവാൻ എൻ്റെ ഉള്ളിൽ ഉണ്ടായാൽ മതിയെന്നാ. കാരണം അദ്ദേഹമാണ് ഇതിൻ്റെയൊക്കെ ഉടമസ്ഥൻ. എനിക്കൊന്നും വേണ്ട. അങ്ങനെ കുചേലൻ്റെ വാക്കുകൾ നമ്മളൊരു അരനിമിഷം കടമെടുത്തിട്ടെങ്കിലും എനിക്കൊന്നും വേണ്ട, എനിക്ക് അങ്ങ് മതി എന്ന് പറഞ്ഞാൽ പട്ടാമ്പിനെ പോലെ സന്തോഷമായിട്ടിരിക്കാം. ഒന്നും സമ്പാദിക്കണ്ട.
ഭഗവാൻ നമ്മുടെ പക്ഷത്തുണ്ട് എന്ന് വന്നാൽ വി ആർ ദി സേഫസ്റ്റ്. അങ്ങനെയിരിക്കുന്ന ഭഗവാന്റെ അനുഗ്രഹാശിസുകൾ നിർലോഭം എല്ലാവരിലും എത്തട്ടെ. ലോകാസമസ്ത സുഖിനോ ഭവന്തു ആയിരിക്കണം നമ്മുടെ പ്രാർത്ഥന എന്ന് പറഞ്ഞുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. നാളെ കാണാം. നമസ്കാരം.